ഒരു അസ്വാഭാവിക പിന്തുണയായി തോന്നുന്നുണ്ടോ ഇത്? പത്മകുമാറിനെ ബന്ധുക്കൾ പോലും കൈവിട്ടിട്ടും പാർട്ടി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ച. ഇന്നത്തെ വിവരം അനുസരിച്ചാണെങ്കിൽ ബന്ധുക്കളുടെ മൊഴി പത്മകുമാറിനെതിരാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പത്മകുമാറിന്റെ വീട്ടിൽ 12 മണിക്കൂർ SIT പരിശോധന നടത്തി, തിരച്ചിൽ നടത്തിയവിടെ പല രേഖകളും കണ്ടെത്തിയിരിക്കുന്നു. ആ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ കടലാസുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പത്മകുമാറിൻ്റെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുമെന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ആ വ്യാപാര സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഉയർന്നത് എന്നതിലുള്ള സംശയമൊക്കെയാണ് ഇപ്പോൾ SITക്കുള്ളത്. അപ്പോൾ ബന്ധുക്കൾ മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിരന്തരം സന്ദർശകനായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയ ശേഷമുള്ള വർഷങ്ങളിൽ അവിടെ സ്ഥിരമായി വരാറുണ്ടായിരുന്നെന്നും അവിടെ താമസിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഈ കേസിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിയിലാകുന്ന ഘട്ടത്തിലൊക്കെ അന്ന് പത്മകുമാർ പ്രതികരിച്ചത് തനിക്ക് അങ്ങനെ പരിചയമൊന്നുള്ള ഒരാളല്ല എന്നുള്ളതാണ്. അപ്പോൾ പരിചയമല്ല, അടുപ്പമാണ്, വളരെ അടുത്ത ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളത് എന്നതിൻ്റെ തെളിവുകൾ മറ്റാരുമല്ല ബന്ധുക്കൾ തന്നെ നൽകിയിരിക്കുന്നു എന്നാണ്. ബന്ധുക്കൾക്ക് പോലും അസ്വീകാരനായോ പത്മകുമാർ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ബന്ധുക്കളുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി പത്മകുമാർ തുടരുകയാണ്. ഇതിൽ കുറ്റാരോപിതൻ മാത്രം എന്ന വാദമാണ് ഉയർത്തുന്നത്. ആ വാദം ഉയർത്തുന്നതിൽ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. കാരണം പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ട് ലഭിക്കുക എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി യുവതീ പ്രവേശന വിധിക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന തിരിച്ചടിക്ക് ശേഷം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇടത് പാർട്ടികൾ പോയിട്ടുണ്ട്. CPM പോയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ CPM പല രൂപത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയത്. അത്രത്തോളം ഭൂരിപക്ഷ വോട്ട് കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക, മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടി എന്ന നിലപാടെടുത്തുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി വർഗീയവാദിയാണ് എന്ന് പറയുന്നതിലേക്ക് വരെ എത്തുന്ന രൂപത്തിൽ ഭൂരിപക്ഷ വോട്ട് പിടിക്കാനുള്ള അത്രയും ശ്രമങ്ങൾ നടത്തുമ്പോഴും അത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമായി പത്മകുമാറിനുള്ള പിന്തുണ മാറും എന്ന് അറിഞ്ഞിട്ട് പോലും പത്മകുമാറിനെ പിന്തുണയ്ക്കുന്നു എന്നതിലാണ് അതിലെ അസ്വാഭാവികതയുള്ളത്. അപ്പോഴും പത്മകുമാറിനെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? പത്മകുമാർ വായ തുറന്നാൽ മറ്റേതെങ്കിലും നേതാക്കളുടെ പേര് വരും എന്നതുകൊണ്ടാണോ? കാരണം പല ഘട്ടങ്ങളിലായി പത്മകുമാറും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ബന്ധമൊക്കെ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട്. പത്മകുമാർ VS-ഉം പിണറായിയും തമ്മിലുള്ള പോരിൻ്റെ സമയത്ത് പിണറായി പക്ഷക്കാരനായി നിൽക്കുകയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കുന്ന രൂപത്തിലേക്ക് പിണറായി വിജയന് സഹായകമാവുന്ന രീതിയിൽ പത്മകുമാർ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം ആണല്ലോ യുവതീ പ്രവേശം ഉണ്ടാകുന്നത്. യുവതീ പ്രവേശം വന്നപ്പോൾ മറ്റു നിലപാടെടുക്കുന്നു. അതിൽ ഇന്നലെ രാഹുൽ ഈശ്വർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബത്തെ, മുത്തശ്ശിയെയും രാഹുൽ ഈശ്വറിനെയൊക്കെ അവിടെ സമരത്തിന് പോലും കൊണ്ടുപോയത് പത്മകുമാറാണ്. അതായത് അന്നത്തെ ഇടത് സർക്കാരിനെ പിണറായി വിജയൻ്റെ നിലപാടിന് വിരുദ്ധമായ സമീപനം അന്ന് പത്മകുമാർ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലെ പെൺകുട്ടികളാരും ശബരിമലയിൽ പോകില്ല എന്ന പ്രതികരണം അടക്കം അദ്ദേഹം അന്ന് നടത്തിയത് പരസ്യമായിട്ടാണ്. അങ്ങനെ പരസ്യമായി പല ഘട്ടങ്ങളിൽ പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ കൊണ്ടുവരുമ്പോഴും പരസ്യ നിലപാടെടുത്തു. ആ പരസ്യ നിലപാടിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറിയിലേക്ക് നിന്ന് ഒഴിവാക്കുന്ന തീരുമാനത്തിലേക്ക് വരെ പാർട്ടി എത്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും, അതായത് പാർട്ടിക്ക് വിരുദ്ധനായ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി പാർട്ടിയിലെ ചില സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടും ഇത്രയും ഗുരുതരമായൊരു സംഭവം ഉണ്ടായിട്ട് സ്വർണ്ണപ്പാളി മോഷണത്തിലെ മുഖ്യ സൂത്രധാരനാണ് പത്മകുമാർ എന്ന വിവരം പുറത്തു വരുന്നു, അറസ്റ്റിലാകുന്നു. എന്നിട്ട് പോലും അതിൽ കുറ്റാരോപിതൻ മാത്രം എന്ന നിലപാടെടുക്കുന്നതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇതെല്ലാ കേസുകളിലും ഈ നിലപാടാണോ പാർട്ടി എടുക്കുക എന്നുള്ള കാര്യം അവിടെ ഒരു സംശയമായി അവിടെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് മറിച്ചൊരു നിലപാടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ അതിൽ പാർട്ടി എടുക്കുന്ന ചില വ്യത്യസ്ത നിലപാടുകളുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ മുകേഷ് അപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന് പറയുകയും MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയും അങ്ങനെ മുകേഷിൻ്റെ എതിരായ ലൈംഗികാരോപണത്തിൽ മുകേഷ് രാജിവെക്കേണ്ട എന്ന തീരുമാനം എടുക്കുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വന്നപ്പോൾ അങ്ങനെയല്ല നിലപാടെടുത്തിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വേദി പങ്കിടുന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതത് കാലങ്ങളിൽ തങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് മാറി മറിയാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നിലപാടാണ് ഇപ്പോൾ CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു അസ്വാഭാവിക പിന്തുണയുണ്ട്. കടകംപള്ളിയിലേക്ക് ഈ അന്വേഷണം നീങ്ങുമോ എന്നുള്ളത് അറിയേണ്ടത്. കാരണം ഇതിപ്പോൾ ഈ സ്വർണ്ണപ്പാളി മാത്രമല്ല, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിയ ശേഷം വേറെ ചില ബിസിനസ്സുകളും ഈ അവിടെയുള്ള പ്രമുഖരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയുള്ള ബിസിനസ്സുകൾ കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുണ്ടോ എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട്. അത്തരം ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി SIT പോകുമോ എന്നുള്ളതാണ് കടകംപള്ളി ആശങ്കപ്പെടുന്നത്. സ്വർണ്ണപ്പാളി എടുക്കുന്നതിലൊക്കെ കടകംപള്ളിക്ക് പങ്കുണ്ട് എന്നൊന്നും കരുതാനാകില്ല. പക്ഷേ ആ അന്വേഷണം പോയി വരുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളൻ, മോഷ്ടാവ്, ആ മോഷ്ടാവിന്
ആരൊക്കെയായിട്ടാണ് ബന്ധം, ആ ബന്ധം ഏതൊക്കെ സാമ്പത്തിക ഇടപാടിലേക്ക് നയിച്ചു എന്നൊക്കെ വളരെ പ്രധാനമാണ്. അതിലേക്ക് പോകുമ്പോൾ ഇത്രയും ഗുരുതരമായ വിഷയമുണ്ടായിട്ടും പത്മകുമാർ അവിടെ തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നത് കേവലം സാങ്കേതികത്വമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് തൽക്കാലം നടപടിയെടുക്കേണ്ട. ആ നടപടി എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ വിശദീകരിക്കാവുന്ന എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. സാധാരണ പ്രവർത്തകർ, വിശ്വാസികളായ പ്രവർത്തകർ, അവർക്കൊന്നും എന്താ പറയുക, ബോധ്യമാവുന്ന ഒരു പ്രതികരണം നടത്താൻ ഇതുവരെ CPM-ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പല പല കാര്യങ്ങളായി ഇവിടെ വരും. ചാരക്കേസിനെ ഉപമയായിട്ട് കൊണ്ടുവരും, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് എന്ന് പറഞ്ഞു വരും. അങ്ങനെ പല പല കേസുകളായി വരും. അവിടുത്തെ പാത്രം കുംഭകോണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും. ഇതൊക്കെയാണ് ഒരു ന്യായീകരണമായി വരുന്നത്. ആ ന്യായീകരണം മായി മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്നൊരു വിഷയമുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുന്നതിനേക്കാൾ വലിയ തിരിച്ചടി ഇപ്പോൾ പത്മകുമാറിനെ തള്ളിയാൽ ഉണ്ടാകുമോ എന്ന ഭയമാണോ പാർട്ടിക്ക് എന്ന സംശയമാണ് അവിടെ ഇരുന്നത്. അതിലൊരു അസ്വാഭാവിക വിഷയമുണ്ട് എന്നുള്ളത് തന്നെയാണ്, അസ്വാഭാവിക പിന്തുണയാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പാർട്ടിക്ക് അനഭിമതനാണോ അഭിമതനാണോ ഇപ്പൊ? അതാ ഞാൻ പറഞ്ഞത്, പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കുന്നത് പാർട്ടിക്ക് അപ്രിയനാണോ എന്ന്. അല്ല, മനസ്സിലായില്ലല്ലേ? അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. പല ഘട്ടങ്ങളിലായി പാർട്ടിക്ക് അനഭിമതനായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ പിന്തുണയ്ക്കണമെങ്കിൽ അത് പത്മകുമാറിന് മാത്രമായിട്ടുള്ള പിന്തുണയില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്തുണയ്ക്കാൻ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളത്. പി ജയരാജന്റെ കാര്യത്തിലും ശശീന്ദ്രന്റെ കാര്യത്തിലും ഒക്കെ കണ്ട ഒരു വേഗം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോഴേക്കും അല്ല, ആ വേഗം ഇതിൽ കാണുന്നില്ല എന്നല്ല പാർട്ടി നിലപാട്. ഇപ്പം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമുണ്ട്, ചൊവ്വാഴ്ച ജില്ലാ കമ്മിറ്റി കൂടി. അതാണ് ചോദിച്ചത്, അതാണ് സാങ്കേതികത്വം. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുത്ത് സ്വാഭാവികമായത് ജില്ലാ കമ്മിറ്റി പറയട്ടെ, അവർ പറഞ്ഞിട്ടാണ് തീരുമാനം എന്നൊന്നും അല്ല പ്രധാനപ്പെട്ട വിഷയം. അല്ല ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ വളരെ സാങ്കേതികമാണ് മറുപടി, സാങ്കേതികത്വത്തിലാണ് മറുപടി. അതിലാണ് ഈ പറയുന്നത് കുറ്റാരോപിതൻ മാത്രം. അപ്പോൾ ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതൻ അല്ലാതെ കുറ്റവാളിയാകും. അല്ല, ഒറ്റ കാര്യം ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ചയാണല്ലോ ചേരുന്നത്. ജില്ലാ കമ്മിറ്റി കഴിയുമ്പോഴേക്കും കുറ്റാരോപിതൻ മാറി കുറ്റവാളിയാകും. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിലപാടെടുത്ത് മാധ്യമങ്ങളോട് പറയലല്ലോ പാർട്ടിയുടെ രീതി. അല്ല, പാർട്ടിയുടെ രീതി എന്താണ്? പാർട്ടി ആദ്യം മാറ്റി നിർത്തണോ വേണ്ടയോ? ഡോക്ടർ അരുൺ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന പറഞ്ഞല്ലോ, ഒന്ന് സ്മൃതി പറഞ്ഞതിലെ ഒരു വൈരുദ്ധ്യം. ഒന്ന്, ഈ പത്മകുമാർ പാർട്ടിക്ക് വലിയ താല്പര്യമുള്ള കക്ഷിയല്ല എന്ന് സ്മൃതി തന്നെ പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് പത്മകുമാറിനെ പരിഗണിച്ചില്ല. വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വിളിച്ച വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിഷയത്തിൽ. അപ്പോൾ പാർട്ടിക്ക് അഭിമതനല്ലല്ലോ. അതെ, പല കാര്യങ്ങളും അപ്പൊ പത്മകുമാറിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോവല്ലേ? വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞിട്ടും അങ്ങ് ആ ഭാഗം മാത്രം മനസ്സിലാവാതിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം എനിക്കിതിലെ കൃത്യമായ തെളിവുകളായിട്ടൊന്നും പറയാനില്ല. ഞാൻ എനിക്ക് എന്റെ നോട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാ ഞാൻ പറഞ്ഞത്. അതാണ് അല്ല, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അരിഭക്ഷണം കഴിക്കുന്നവർക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. മറുപടി കേൾക്കണ്ടേ? അങ്ങ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ അനഭിമതനായി നിന്നിട്ടുള്ള, പാർട്ടിക്ക് വിരുദ്ധമായ സമീപനങ്ങൾ പരസ്യമായി എടുത്തിട്ടുള്ള പത്മകുമാറിനെ ഇപ്പോൾ എന്തിനു സംരക്ഷിക്കണം? പറയട്ടെ, പൂർത്തിയാക്കട്ടെ, തിരക്കൂട്ടല്ലേ. അപ്പോൾ അതിന് സംരക്ഷിക്കുന്നതിന് കാരണം മറ്റെന്തൊക്കെയോ ആണ്. ആ മറ്റെന്തൊക്കെയാണ് ഇനി കണ്ടെത്തുന്നത്. ആ മറ്റെന്തൊക്കെയോ എന്നതിൽ ഈ കാര്യങ്ങൾ പത്മകുമാറിൽ നിൽക്കില്ല എന്ന സംശയം സ്വാഭാവികമായി വരുന്നേ. ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ പത്മകുമാർ ഇത് പറയാതിരിക്കൂ, SIT അത് കണ്ടെത്താതിരിക്കൂ? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതാണ് പാർട്ടി വിചാരിക്കുന്നത്. പാർട്ടി വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, ഈ വിവരം പത്മകുമാറിന് അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പത്മകുമാർ എന്ന നേതാവിനെ അല്ലെങ്കിൽ പത്മകുമാർ എന്ന പേരെടുത്തുകൊണ്ട് അയാളെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന വാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനും കേട്ടാണല്ലോ, ഞാൻ കേട്ട വാചകം ഇതാണ്. ഏത് നേതാവാണെങ്കിലും ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ, ഇത് തന്നെയാണല്ലോ, ഒരു തരി സ്വർണം കൊണ്ടുപോയാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല. ഏത് നേതാവെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഏത് നേതാവാണ് നമ്മൾ ഈ കൊടുക്കുന്ന വാർത്തകളെ അങ്ങ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റു പ്രതികൾക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ ഭരണപരമായ വീഴ്ച സംഭവിച്ചുവെന്നും ഇതുവരേക്ക് ഗൂഢാലോചന നടത്തിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്നൊരു വരി ഉണ്ടോ? അല്ല, അപ്പൊ റിമാൻഡ് റിപ്പോർട്ടിലെ മുഴുവൻ കടലാസ് അങ്ങയുടെ കൈ കിട്ടിയോ? പിന്നെ താങ്കൾ പറയും ഇല്ലാത്തൊരു കാര്യം നമുക്ക് കിട്ടിയ കാര്യം എന്താ? രാവിലെ മുതൽ ഹെഡ്ലൈൻ വായിക്കുക, രാത്രി നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ട്
നോക്കൂ, നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ടിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് വരിയില്ല. നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ വെച്ചിട്ട് അങ്ങ് പറയരുത്. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ വിഷയത്തിൽ സ്വർണം അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതും രണ്ടും രണ്ടാണ്. ഒരു മിനിറ്റ് SIT 12 മണിക്കൂർ അവർ റെയ്ഡ് നടത്തിയോ? അതെ, അത് ഈ സ്വർണ്ണക്കടത്തിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ്. അതിലാണ് നമുക്ക് ഇന്ന് കിട്ടിയ സൂചനകൾ ചില ഭൂമി ഇടപാടുകൾ നടത്തിയതായി സംശയം. അത് അന്വേഷിക്കുന്നു. ഒരു മിനിറ്റ് ബന്ധുക്കളുടെ മൊഴി കിട്ടിയോ? ബന്ധുക്കളുടെ മൊഴി എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്ഥിരം വരാറുണ്ടായിരുന്നു, കിട്ടിയില്ലേ? അതിന് അപ്പൊ അതിന് അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഇത് എവിടെ സംരക്ഷിക്കുന്നു പറഞ്ഞത് എവിടെയാ? ജില്ലാ കമ്മിറ്റിയിൽ ഒരാളെ എങ്ങനെ പുറത്താക്കും? ഒരാൾക്കെതിരെ ഒരു കേസ് എടുക്കുന്നു, കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടേറിയറ്റുള്ള വിഷയം നന്നായിട്ട് സമയമൊന്നുമല്ല. ഈ പാർട്ടി നടപടി എടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയരുത്. പാർട്ടി സംരക്ഷിക്കുന്നു, പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുക. പാർട്ടി സംരക്ഷിക്കുന്നു. ആത്യന്തിക വാക്ക് താങ്കളാണോ? താങ്കളാണോ? താങ്കളുമല്ലല്ലോ. അതുകൊണ്ട് തെളിവ് വെച്ച് സംസാരിക്കുക. ഒരു മിനിറ്റ് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് ഇവിടെ ഓരോരുത്തർക്കും അവനവന്റെ അഭിപ്രായം പറയാനുള്ളതാണ്. ഇല്ല, താങ്കൾ ഇവിടെ മിഡിൽ ഇരിക്കുന്നത് താങ്കൾ ഈ ചർച്ച നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം താങ്കൾ അവസാനം പറയുമ്പോൾ താങ്കൾ അത് തീർപ്പ് കൽപ്പിക്കുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് സ്മൃതി സംസാരിക്കുന്നത്. പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ എവിടെയാണ് SIT അന്വേഷണത്തിൽ പച്ചവെള്ളം പോലെ ഇവിടെ തെളിവായ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം ജില്ലാ കമ്മിറ്റിയിൽ ഈ നിമിഷം വരെ പത്മകുമാർ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി യോഗം കഴിയുമ്പോഴേക്കും കുറ്റാരോപിതർ മാറുമോ? കുറ്റാരോപിതമല്ലല്ലോ. ഈ വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം പരിഗണിച്ച് മാറ്റി നിർത്തേണ്ടതാണെങ്കിൽ പാർട്ടി മാറ്റി നിർത്തും. അതാണ് നിലപാട്. അങ്ങനെയാണെങ്കിൽ കുറ്റാരോപിതർ മാത്രമാണ് കോടതി തീർപ്പ് കുറ്റാരോപിതനല്ലേ? അല്ല, കോടതി തീർപ്പ് ഏൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞ എന്തിനാ പാർട്ടി സെക്രട്ടറി? സാങ്കേതികമായി കുറ്റാരോപിതനല്ലേ? നിങ്ങൾ സാങ്കേതികത്വം ചില കേസിൽ പറയും, ചില കേസിൽ ബാത്റൂമിൽ പോലും പോകാതെ തലസ്ഥാനത്ത് സമരവും ചെയ്യും. അല്ല, ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ കള്ള ആരോപണം പറയുന്ന സ്ത്രീയെ ചൂടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വാർത്താ സമ്മേളനം നടത്തുക. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം വേങ്ങര അതേ ദിവസം രാവിലെ വാർത്താ സമ്മേളനം ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസം രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്നു. കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തുക. നിങ്ങൾ മാത്രം കേൾക്കുക, മുതിർന്നവർ മാത്രം കേൾക്കുക. വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭക്ഷണത്തരം വിളിച്ചു പറഞ്ഞ വാർത്താ സമ്മേളനം നടത്തി. ജോപ്പനെതിരെ പറയാനല്ല വാർത്താ സമ്മേളനം നടത്തുകയല്ല ചെയ്തത്. ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു. ഒരു സ്ത്രീ വന്ന് തന്നെ ഇത്രയും പേർ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ അതിൽ പ്രമുഖരായ ആളുകളുടെ പേര് ഉൾപ്പെടെ അതിനകത്ത് പറയുമ്പോൾ ആ വിഷയം ഒരു വാർത്തയല്ലാതായി തീരുമോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. പിന്നെ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതെല്ലാം സമ്മതിച്ചു. ഒരു മിനിറ്റ് താങ്കൾ മാത്രം താങ്കൾ വിശദീകരിച്ചു. എനിക്കറിയേണ്ടത് ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തിയോ? എന്തിനാ മാറ്റി നിർത്തിയത്? മുഖ്യമന്ത്രിയല്ല, മറ്റു നേതാക്കളെയല്ല, മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ തെളിവ് പുറത്തു വന്നപ്പോ എങ്ങനെ തെളിവ് പുറത്തു വന്നപ്പോ കേൾക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ആൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. തെളിവ്, ബാക്കി തെളിവ് എവിടെ?
ബാക്കി മാറ്റി നിർത്തി. ബാക്കി തെളിവായും പറഞ്ഞോ? സംരക്ഷിച്ചോ? ഒരു മിനിറ്റ്. സംരക്ഷിച്ചോ? സംരക്ഷിച്ചില്ലേ? കുറേ കാലം സംരക്ഷിച്ചില്ലേ? കുറേ കാലം സംരക്ഷിച്ചു. എപ്പോ? എത്ര കുറേ കാലം? കാലം സംരക്ഷിക്കുന്ന വാചകങ്ങളാണ് നമ്മുടെ ചർച്ചകളിലേക്ക് CPM നേതാക്കൾ നടത്തിയത്. വെറുതെ വർത്തമാനം പറയണ്ട. വെറുതെ വർത്തമാനം പറയണ്ട. ശിവശങ്കരെയൊക്കെ തള്ളിയത് അവസാനമാണ് ശിവശങ്കരെ തള്ളിയത്. അതുവരെയും സംരക്ഷിക്കുന്ന പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ പദവിക്കനുസരിച്ച് അദ്ദേഹം നിങ്ങൾ എത്രയായാലും റിവൈൻഡ് ചെയ്ത് വളരെ കൃത്യമായി പറഞ്ഞു. റിവൈൻഡ് ചെയ്ത് ആരോപണം പോലെ പറയുന്നു. കുറ്റാരോപിതനായ ഒരു വ്യക്തി, കുറ്റാരോപിതനായ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളെ ആ സ്ഥാനത്ത് നിന്ന് ആ കേസ് മാറ്റി നിർത്തിയ ഒരു കേസ് ഒറ്റ കാര്യം പറഞ്ഞോളൂ. നമ്മൾ ഈ സോളാർ കേസിലെ പ്രതി അവിടെ ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതൊക്കെ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ യുവതിയുമായിട്ടിരുന്ന ചർച്ചകളിൽ ഇരുന്നിട്ടുണ്ട്. അവർ ഓരോ ആരോപണങ്ങളും ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീടത് അവസരത്തിനനുസരിച്ച് അത് ഉമ്മൻചാണ്ടിയിലേക്ക് മാറ്റിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ കൊണ്ടുവരുന്ന രൂപത്തിലേക്ക് അത് മാറിയത് എങ്ങനെയാണ് നമുക്ക് അറിയുന്നതാണ്. എനിക്കിതിൽ ഇനി തങ്ങയോട് തർക്കമില്ല. കേരളം ചർച്ച ചെയ്താണ്, നന്നായി ചർച്ച ചെയ്താണ്. അല്ല, ആ വിഷയത്തിൽ എനിക്ക് ചോദ്യമുണ്ട്. സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിന് വന്ന ഒരു യുവതിയെ അന്നത്തെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ദുരുപയോഗം ചെയ്തു എന്ന് താങ്കൾക്കൊരു നിലപാടില്ലേ? എന്റെ നിലപാടൊക്കെ ഞാൻ പറയുകയും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. എന്താ എനിക്ക് ധൈര്യത്തിനൊന്നും കുറവില്ല. ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് ചർച്ച ചെയ്തത്. ഒരു മിനിറ്റ്, ഞാൻ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയാണ് പോയി. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ. അന്ന് അങ്ങേക്ക് സൗകര്യമുള്ള വിഷയത്തിലേക്ക് അങ്ങ് മാറ്റണ്ട. ഞാനിവിടെ നിർത്തുന്നു. ഉത്തരം കിട്ടാൻ ഉത്തരവൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. ഇപ്പോഴും ഇത്രയും തെളിവുകൾ വന്നിട്ടും ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ തുടരുന്നത് അസ്വാഭാവികമാണ്. ശരി, ആ അസ്വാഭാവികതയുടെ കാര്യമായി സ്മൃതി പറഞ്ഞ ഒരു വാചകത്തോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. അത് സംരക്ഷിച്ചു നിർത്തുന്നു എന്ന് വാചകം പറഞ്ഞു. ഈ സംരക്ഷണം എവിടെയാ? അത് പറ. സംരക്ഷണം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നു. ജില്ലാ കമ്മിറ്റി തുടർന്ന സംരക്ഷണമാവൂ? എങ്ങനെ സംരക്ഷണമാവുക? ഈ കേസിന്റെ അന്വേഷണത്തെ അതെങ്ങനെ സംരക്ഷിക്കുക പത്മകുമാറിനെ? ഈ കേസിന്റെ അന്വേഷണത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അന്വേഷണം നടക്കുന്നത്. കോടതിയാണ് നോക്കുന്നത്. അപ്പൊ എങ്ങനെ സംരക്ഷിക്കുക? നിങ്ങൾ പാർട്ടിയിൽ സംരക്ഷിക്കുന്നു. എങ്ങനെ പാർട്ടിയെ സംരക്ഷിക്കുക? സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടാൻ പോകല്ലേ? പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ സെക്രട്ടറി പാർട്ടിയുടെ രീതിക്ക് പോയാൽ മതി. പാർട്ടിയുടെ ഇന്നലെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. ശനി ഞായർ തിങ്കൾ ചൊവ്വ ജില്ലാ കമ്മിറ്റി വരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറി പങ്കെടുക്കും. അതിനുശേഷം എന്ത് സംഭവിക്കും? ജില്ലാ കമ്മിറ്റി പറയുകയാണ് ഞങ്ങൾക്ക് പത്മകുമാറിനെ വേണ്ട. അത് ആ നിമിഷം അങ്ങോട്ട് മാറ്റും. അതോടെ കുറ്റാരോപിതൻ മാറി കൗതുകകരമാണ്. സ്മൃതിയും പറയുന്നത് കേട്ട കേരളത്തിന്റെ ചരിത്രത്തിൽ അറസ്റ്റ് ചെയ്ത ആ ദിവസം രാഷ്ട്രീയമായ വ്യക്തികളെ മുഴുവൻ അതാത് പദവികളിൽ നിന്ന് നീക്കിയ ചരിത്രമുണ്ട് വിധി വരുന്നതിന് മുൻപ്. അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള എല്ലാ ചരിത്രവും. ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാമോ സ്മൃതി? ഒറ്റ ഉദാഹരണം. ഒരു ആരോപണം വന്ന ദിവസം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ആരാധന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ സ്വർണം കട്ടെടുത്ത് കൊണ്ടുപോയവരിൽ നിങ്ങളുടെ സഖാക്കളുമുണ്ട് എന്നുള്ളതിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഏത് സഖാവും? വളരെ ഗുരുതരമായ ആരോപണമാണ്. ഏത് സഖാവും? പത്മകുമാർ സ്വർണം കൊണ്ടുപോയി എവിടെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് തെളിയിക്കാൻ പറ്റുക? ഇപ്പൊ വന്നിരിക്കുന്ന തെളിവുകളിൽ എവിടെയാ ഈ സ്വർണം കൊണ്ടുപോയി എന്ന് തെളിയിക്കാൻ പറ്റുക? ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് സൗകര്യമുള്ളത്രേ പറയുള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സ്വർണ്ണപ്പാളിയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണെന്നുള്ള വാർത്ത നമ്മളാണ് കൊടുത്തിട്ടുള്ളത്. മുഖ്യ സൂത്രധാരൻ SITയുടെ മൊഴി റിമാൻഡ് റിപ്പോർട്ടിൽ അങ്ങനെ റിമാൻഡ് റിപ്പോർട്ട് ഫുള്ളായിട്ട് അങ്ങ് വായിച്ചോ? താങ്കൾ വായിച്ചോ? അല്ല പിന്നെ അങ്ങ് എന്താ ഈ പറഞ്ഞു? ഒരു പേജ് വെച്ചിട്ടില്ല അങ്ങ് വായിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി പേജ് താങ്കൾ ബാക്കി പേജ് നമ്മുടെ റിപ്പോർട്ടർ ഹരിമോഹന്റെ റിപ്പോർട്ടറെ തള്ളുന്നു. നമ്മുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. ഭരണപരമായ വീഴ്ച സംഭവിച്ചു. 2, ഇതിൽ ഗൂഢാലോചന നടത്തി ആർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ. 3, പിത്തള എന്നെഴുതിയത് മാറ്റി അവിടെ
സ്വർണം അതൊക്കെ വളരെ നിഷ്കളങ്കമാണ്, വളരെ നിഷ്കളങ്കമൊന്നും ഞാൻ പറയുന്നില്ല, ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷേ അത് കൊടുത്തത് കമ്മീഷണറാണ്, കമ്മീഷണർക്ക് അത് കൊടുത്തത് സെക്രട്ടറിയാണ്. അതിൽ നിന്നാണ് പത്മകുമാറിലേക്ക് എത്തിയത്. അതാണ് വാസ്തവം. അവിടെയാണ് ഇരുന്ന് നമ്മൾ വിധി അപ്പൊ ഒരു കാര്യം ചെയ്യും, അങ്ങനെ വാസ്തവം അങ്ങോട്ട് പറഞ്ഞോളൂ. വാസ്തവം നമ്മൾ പറയണം, നമ്മൾ വാസ്തവമേ പറയാമൂ. അതിന് മുന്നിൽ വന്നിട്ട് സഖാക്കൾ സ്വർണം കെട്ടു, സഖാക്കൾ സ്വർണം കെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എന്റെ അഭിപ്രായത്തിലുള്ള സമയമാണല്ലോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, ഇനി എനിക്ക് പറയാനില്ല, കഴിഞ്ഞു. പറയാനില്ല, സൗകര്യമില്ല. Meet the editors.